ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നായാലും ഇവരുടെ സ്കൂൾ അടച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കഞ്ഞിക്കുഴിയിലോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവരുടെ സ്കൂളൊക്കെ അടച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ അടച്ച് ഏപ്രിൽ മാസം അങ്ങോട്ട് പോകണമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയും അതിൻ്റെ അത് കുറച്ച് പണികളൊക്കെ ഉണ്ട്. തീർക്കാൻ നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല. അത് കാരണം നമ്മളത് അങ്ങനെ തന്നെ അതിനകത്ത് നമുക്ക് പോയി താമസിച്ചാൽ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കഞ്ഞിയൊക്കെ വെച്ച് താമസിക്കാമെന്ന്. അത് തേച്ചും ഇല്ല, ജനലൊന്നും പിടിപ്പിച്ചില്ല. ജനലിന് ഗ്രീൻ നെറ്റ് മേടിച്ച് അടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. വെള്ളത്തിന് കുടിവെള്ളം അവിടെ ആരും തരികയില്ല. നമുക്ക് കുടിവെള്ളം സ്വന്തമായിട്ട് വെള്ളമില്ല. തോട്ടിൽ നിന്ന് വെള്ളം അടിച്ചെടുക്കണം. പിന്നെ എവിടുന്നെങ്കിലും ആഴ്ചയിൽ ഞാനും കുടിക്കാനും ഞാൻ എവിടുന്നെങ്കിലും പൈസയ്ക്ക് വെള്ളം മേടിക്കാമെന്നൊക്കെ ഓർത്താണ് പോണത്. അലക്കാനും കുളിക്കാനും ഒക്കെ നമുക്ക് തോട്ടിൽ നിന്ന് വെള്ളം മോട്ടറടിച്ചെടുക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ തോട്ടിൽ പോയി തുണി അലക്കുകയൊക്കെ ചെയ്യാം. ചെറിയൊരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസ് ശരിയാക്കിയിട്ടില്ല. കക്കൂസിൻ്റെ കുഴിയും കൂടെ കുത്താനുണ്ട്. ആ കുഴി കുത്താനും വയറിങ് ചെയ്യാനുള്ള പൈസയെ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി ഒന്ന് വയറിങ് 2-3 പോയിൻ്റ് വയറിങ് ചെയ്യുന്നുള്ളൂ. അതിൽ കൂടുതൽ ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഫുള്ള് ചെയ്താലേ കറണ്ട് തരുള്ളൂ എന്നാണ് അവിടെ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അത് കാരണം എങ്ങനെയായാലും അത് ചെയ്യണം. വായ്പയാണേലും മേടിച്ചത് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടായിരിക്കുന്നത്. അത് മാത്രം ചെയ്യാനേ നമ്മളെക്കൊണ്ട് പറ്റത്തുള്ളൂ. തീർക്കാനൊന്നും നമ്മളെക്കൊണ്ട് പറ്റില്ല. അത് കാരണം ഇങ്ങനെ കിടന്നിട്ടും കാര്യമില്ലല്ലോ. നമ്മൾ ഓരോ മാസം കൂടുന്തോറും വാടക കൊടുത്ത് അവിടെ കിടക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ വാടക ഒഴിവാകുമല്ലോ. പിന്നെ പിള്ളേരെ കൊണ്ട് ചേർക്കുവാണെങ്കിൽ പിന്നെ വണ്ടിക്കൂലി ഒഴിവാകും. തൊട്ടടുത്ത് സ്കൂളുണ്ട്. 2 പേർക്കും നടന്നു പോയാൽ മതി. അപ്പോൾ വണ്ടിക്കൂലി ലാഭമാവും. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി വാടക വീട് അന്വേഷിക്കേണ്ട, ഏതായാലും നനയാതെ കിടക്കാമല്ലോ. അപ്പം ജനലൊന്നും പിടിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ഗ്രീൻ നെറ്റ് മേടിച്ച് അടിക്കാം. അടുക്കള പറഞ്ഞില്ല, നമുക്ക് പുറത്ത് ഗ്യാസും ഉണ്ട്, ഇൻഡക്ഷൻ കുക്കറും ഉണ്ടല്ലോ. അപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ പുറത്ത് അടുപ്പൊക്കെ ശരിയാക്കി അവിടെ കഞ്ഞി വിറക് കത്തിച്ചുള്ള അടുപ്പ് ചുമ്മാ നിന്നിട്ട് ശരിയാക്കി എടുക്കാം എന്നൊക്കെ ഓർത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ പെരയുടെ പരിസരമൊക്കെ ഒന്ന് പോയി വൃത്തിയാക്കാൻ പോയി. ഭയങ്കര കാടായിരുന്നു. ഇവിടെ ഈ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അങ്ങോട്ട് പോക്ക് നടക്കുകയില്ല. അവിടെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് തീരുമാനിച്ച് പണി തീരാത്ത വീട്ടിനകത്തോട്ട് ഞങ്ങൾ പോകും. ഉടനെ അല്ല, 3 മാസം കഴിയുമ്പോൾ, അതായത് ഇവരുടെ പഠിപ്പ് കഴിയുമ്പോൾ. അപ്പോൾ അത് ഇനി പറയുന്ന കൂട്ടത്തിൽ ഇനി പതിയെ ആ വീടുകളിലേക്ക് നിങ്ങളിപ്പോൾ കാണുന്നതായിരിക്കും. ഞാൻ ഓരോ വീഡിയോസ് ഇട്ടിടും. ഞങ്ങൾ വൃത്തിയാക്കാൻ പോവുകയാണ്. നിങ്ങളതൊക്കെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. കാട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു വീട്. ഇതാണ്
അത് തണലത്ത് കൊണ്ടോക്ക്. അതിനാ എന്നാ പറ്റി? ഇത്ര നേരം ഇപ്പൊ ഓണായിടി, ഓണായെന്ന്. വീടിന്റെ ഇവിടെ നേരത്തെ കാണില്ലായിരുന്നു, അത് വേറെ ആയിട്ട് ഫോട്ടോ എടുക്കാനാ. ഇതാണ് കേട്ടോ നമ്മുടെ വീട്, ഇതാണേ. തുറന്നു ചേർന്നത് ഇതാണ് ഞങ്ങളുടെ വീട്. ഇതാണ് അടുക്കള. ഒന്നും പറഞ്ഞിട്ടില്ല. തോട്ടി പോവാടി, ഫോണ് കൊണ്ടോണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനലൊന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ ബെല്ലൈക്കണം കൂടെ അമർത്തിയിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഏത് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ. പിന്നെ കഴിഞ്ഞ ദിവസത്തേനൊന്നും ഇൻട്രോയോ അങ്ങനെയൊന്നും ഇടാത്തതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയ്യായിരുന്നു, സംസാരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു, ശ്വാസം മുട്ടൊക്കെ ആയിരുന്നു. അത് കാരണമാണ് കേട്ടോ.
കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോക്ക് ഇൻട്രോയും ഇല്ല ഔട്ട്രോയും ഇല്ല ഒന്നുമില്ല, ചുമ്മാ വീഡിയോ ഇട്ടത്. അതിനെല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഇനിയുള്ളത് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്ക് വയ്യാതെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ ഇടുന്ന വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിരുന്നത്. അതൊക്കെ ഒരു ദിവസമൊക്കെ എടുത്തു വെച്ചതായിരിക്കും. നമ്മൾ ഒച്ചയില്ലാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞാൽ അതിനൊരു വ്യക്തത വരുന്നില്ലല്ലോ, അത് കാരണമാണ് അങ്ങനത്തെയൊക്കെ വീഡിയോ ഇടുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം. ടാറ്റാ.